ഹലോ ഗായ്സ്, അപ്പോൾ പിക്ചർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാ മച്ചന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ വേറൊരു വേൾഡിലാണ് ഇപ്പം നമ്മൾ കളിക്കുന്നത്. അതായത് ഫസ്റ്റത്തെ വേൾഡ് നമ്മളെ കയ്യിൽ നിന്ന് പോയി. അപ്പം വേറൊരു സീഡ് വെച്ച് നമ്മൾ വേറെ വേൾഡ് തുടങ്ങി. പക്ഷേ നമ്മളെ ഫസ്റ്റത്തെ എപ്പിസോഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മളെ കയ്യിലിപ്പോൾ ഇല്ല. ആ വീഡിയോ പോയി, നമ്മളെ കയ്യിലിപ്പോൾ ഇല്ല. ഇപ്പോൾ വീടുണ്ടാക്കിയ വീഡിയോ നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അത് നമ്മളെ നമ്മളെ കയ്യിലില്ല. പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് വീഡിയോ സെറ്റാക്കാം. നമുക്ക് ഫസ്റ്റ് എപ്പിസോഡ് രണ്ടാമത്തെ എപ്പിസോഡ് നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഈ വീടുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യുമെന്നറിയത്തില്ല. അപ്പോൾ ഏതായാലും ഞാൻ ഇപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതായത് ഈ വേൾഡിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളിപ്പോൾ ഫുൾ അയണാമറാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ ഫസ്റ്റ് വേൾഡ് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് വില്ലേജ് ഉണ്ട്. നമ്മൾ വേറെ ബാക്ക് വില്ലേജ് ഉണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ നമുക്ക് ഒരു ഇൻവെൻറ്ററിയിൽ നിന്ന് കിട്ടിയതാണ്, ഒരു വീടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് നമുക്ക് ഈ ഫുൾ അയണാമർ പാൻറ്, കുപ്പായുണ്ട്, ഷൂ ഉണ്ട്, പിന്നെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാതും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ ഫുൾ നമ്പറായിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കണ്ട. ഇനിയിപ്പോൾ ഞാൻ വീടിൻ്റെ ഉള്ളിൽ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ വേൾഡ് തുടങ്ങിയ സംഭവങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ നേരെ വീട്ടിൽ അപ്പോൾ വീടിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട്. കണ്ടോ, നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങൾ ബാക്കിയുണ്ട്. ഇവിടെയൊക്കെ ഒരു നമ്മൾ ഇതാക്കിയിട്ടാണ് ഇതൊന്നൊരു വുഡ് എന്ന് കാണുന്നത്. വീടിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി ബാക്കിയുണ്ട്. പിന്നെ അടുപ്പ്, പിന്നെ കല്ല് കട്ട് ചെയ്യുന്ന സാധനമാണിത്. പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിള്, രണ്ടടുപ്പ് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഷീഡൊക്കെ മരത്തിൻ്റെ കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് ഉള്ളിൽ. പിന്നെ നമ്മൾ സ്റ്റെയർ കേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇനി വീടിൻ്റെ ഉള്ളിലൊന്ന് കാണിച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് സെറ്റാക്കാം. നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് സെറ്റാക്കാം. എന്നിട്ട് നമുക്ക് വീടിൻ്റെ മുകൾ ഭാഗം ഉണ്ട്. 2 നില വീടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഒരു ചെറിയ വീടാണ്, ഒരു അടിപൊളി വീട് തന്നെയാണ്. എനിക്കതൊരു ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് സെറ്റാക്കാം. നമുക്കൊന്ന് സുഖമായിട്ട് മുകളിക്കാൻ കഴിയുള്ളൂ. ഏകദേശം ഇപ്പം നമ്മൾ ഇത് കഴിയാനായിട്ടുണ്ട്. ഇത് കൂടി ഒന്ന് പൊട്ടിച്ചേക്കാം. ഇതാണ് ഇപ്പോൾ നമ്മൾ അടിഭാഗം വരുന്നത്. നമ്മൾ അടിഭാഗം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ഡേട്ട് കാര്യങ്ങളൊന്നും നമ്മൾ ഈ പച്ചപ്പിൽ നിർത്തിയതാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ മരത്തിനെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ സ്റ്റെയർ കേസ് കാര്യങ്ങൾ ഇവിടെ, പിന്നെ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ മടിയെത്തി ഇവിടെ ഒരു ഇത് വെക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മളെ ബെഡ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡോറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് റൂമായിട്ടാണ്, അത്ര വലിയൊന്നുമല്ല, ഒരു ചെറുതാണ്. അതിൽ നമ്മൾ ഡോറ് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഒരു ഓപ്പണായിട്ട് കിടക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒരു ചെറിയൊരു ബാൽക്കണി ആയിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെയും കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടി നമ്മളിതൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ബാൽക്കണി ഒറ്റയടിക്ക് എത്തിയല്ലോ. അപ്പം ഇതാണ് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ പുറഭാഗം ഒന്ന് കാണിച്ചു തരാം. 2 ബെഡൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ 2 ജനൽ കണക്കാക്കി 2 ബെഡൊക്കെ ഉണ്ടാക്കി ഇവിടെ വെച്ചതാണ്. ഇപ്പോൾ നമുക്ക് നേരെ അടിയിലോട്ട് പോയിട്ട് നമ്മളെ വീടിൻ്റെ പുറഭാഗം കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വീടിൻ്റെ പുറഭാഗം വരുന്നത്. ഇവിടെ നമ്മൾ ഷീഡൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ചെടി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ സൈഡ് എല്ലാ സൈഡിലും ജനലിൻ്റെ അടുത്ത് നമ്മൾ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇവിടെ 2 ചെടീൻ്റെ ഒരു കുറവുണ്ട്, നമുക്ക് കൊണ്ടുവരണം. പിന്നെ ഈ ഭാഗത്ത് 2 ചെടീൻ്റെ ഒരു ചുവപ്പിൻ്റെയും റോസിൻ്റെ ഒരു ചെടീൻ്റെ 2 കുറവുണ്ട്. അതും കൂടി നമുക്ക് സെറ്റാക്കണം. നമുക്ക് ഇവിടെ നമുക്ക് ഒരു വലിയൊരു ഇതിനുണ്ട്, വലിയൊരു ഫോറസ്റ്റ് തന്നെ ഉണ്ട്. നമുക്ക് അവിടെ പോയി എടുത്തുകൊണ്ടുവരിക. പിന്നെ ഇവിടെ ഒരു ചെറിയ കേവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് പിന്നെ നമ്മൾ വീടിൻ്റെ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇവിടെ ആരും ഇല്ലല്ലോ അല്ലേ, ഇവിടെ ആരും ഇല്ലല്ലോ. ആരുണ്ടോ? അയ്യോ അതാ നിൽക്കുന്നു. കോയിൻ്റെ മുട്ടയും കൊണ്ട് നിൽക്കുക. ഒമ്പഴത്തെ അടിക്കാനാണ് തോന്നുന്നുണ്ടല്ലേ. അവനെടുത്ത് തീർത്താലോ? വേണ്ടല്ലോ. എടാ എൻ്റെ മുട്ട പിടിച്ച് നിൽക്കണവൻ, തീർക്കാവനെ. അപ്പം ഇതാണ് ഇവിടെ നിന്നാണ് നമ്മൾ കട്ടിങ് കാര്യങ്ങളൊക്കെ എടുത്തത്. ഇവിടെ അത്ര വലുതൊന്നുമല്ല, ഒരു ചെറിയ ഇതാണ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ അടിക്ക് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര ഇല്ല, നമ്മൾ അടിക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ നമുക്ക് അവിടെ അയണോ കാര്യങ്ങളോ ഡയമണ്ടോ അല്ല സോറി മാറിപ്പോയി, എന്തെങ്കിലും പോയി നോക്കാം. നേരെ മുകളിലത്തെ ചങ്ങായി അടിക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് നേരെ മുകളിലേക്ക് കയറിയൊക്കെ അടിക്ക് അറിഞ്ഞോ എല്ലാം മുകളിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ആരെങ്കിലും ഇതിനുള്ളിൽ നിന്ന് വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അയ്യോ ഇരുട്ടാവുന്നു, രാത്രിയാവുന്നു. നമ്മളിഞ്ഞ് പോണത് ഒരു വേറൊരു കേവ് കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. നമുക്ക് ഏതായാലും കടന്നിട്ട് നാളെ കാണാം. അപ്പോൾ നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ അടിയിൽ പോയിട്ട് വേറൊരു കേവും കൂടി ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് കാണിച്ചു തരാം. അത് അത്യാവശ്യം വലിയ കേവിനാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ ഈ കേവ് കണ്ട് നിങ്ങൾ ഇവിടെ ആകെ ഓപ്പൺ, നമ്മൾ ഒറ്റയടിക്ക് അടിയിലെത്തും. അയ്യോ ഇപ്പം തന്നെ വീണേ നമ്മൾ നോക്കിക്കണേ, കണ്ടോ അടിയിലെത്തി. ഒറ്റയടിക്ക് നമ്മൾ മുകളിലോട്ട് പോയി. അയ്യോ കാണിച്ചാൽ പോയതാണ്. ഇപ്പം നമ്മൾ അടിയിലെത്തിയത്. ഇവിടെ സ്കെലറ്റ് ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. കാണിച്ചാൽ അയ്യോ എവിടെ നമ്മൾ ചാടി? ഈ കൊയ്യത് നമ്മൾ ഇവിടെ ആരുമില്ല. ഇതൊന്നും അടച്ചേക്കല്ല, എന്താണ് എല്ലായിടത്തും കൊയ്യോ. ഓരോ സ്ഥലത്ത് ഓരോന്നായാലേ നമ്മൾ ഇങ്ങനെ ഇപ്പം തന്നെ കണ്ടോ, നമ്മൾ കയ്യിലാണെങ്കിൽ തിന്നാൻ നമ്മൾ പോലും എടുത്തില്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുത്തപ്പോൾ നമ്മൾ കുറേ ഇടം ചത്തിന്. ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ കുറേ ഇടം ചത്തി. സ്കെലറ്റിന് എല്ലാവരും വന്നിരുന്നു. പിന്നെ ഇവർക്ക് രാജാവ് ആരുണ്ടോന്ന് കേട്ടോ, ഒരു സാരി കൊടുത്തിട്ടൊരു സൂമ്പി വന്നിരുന്നു ഇങ്ങോട്ട്. ഇത് കൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നു. പിന്നെ ഇന്നാണ്ടപ്പോൾ ഇങ്ങനെ കയറി വന്നു. പിന്നെ തീ പിടിച്ച് പിന്നെ ഇറങ്ങി ഇങ്ങനെ പോയി. പിന്നെ വന്നപ്പോൾ പിന്നെ മുകളിൽ പോയി. പിന്നെ വന്നപ്പോൾ പിന്നെ അവനെ കാണാതെ ഒരു സാരി കൊടുത്തിട്ട് അതുപോലെ മുതലാളിയാണ് തോന്നുന്നുണ്ട്, അതാ രാജാവാണ് തോന്നുന്നുണ്ട്. പിന്നെ അവിടെ അടുത്തൊരു ഇത് ഉണ്ട്, എന്താ പറയുക, അയനുണ്ട്, അതായത് ടോർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അവിടെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ചാടി അടിയിലെത്തും. അതുകൊണ്ട് അയ്യോ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ മുകളിലേക്ക് അയ്യോ ചാടി ഇല്ല നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. നമുക്ക് മെല്ലെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം. ഇവിടെ നിൽക്കണം അത്ര സേഫ് അല്ല. എപ്പോഴാ വരുമെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തത്. അയ്യോ ചാടിയില്ല. ആ കുയിലാണ് നമ്മൾ ആദ്യം ചാടി. ഇവിടെയാണ് നമ്മൾ തൊട്ടടുത്ത് തന്നെ നമ്മളെ വില്ലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വില്ലേജാണ് പറഞ്ഞത്. ഈ വില്ലേജ് നമുക്ക് ഫുൾ അയണാമർ എല്ലാ സംഭവങ്ങൾ കിട്ടിയത്, ഫാൻ്റെ ഉപ്പയൊക്കെ കിട്ടിയത് നമുക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. ഒരു സ്റ്റിക്ക് കിട്ടി പോണ വയ്ക്കിൽ. നമുക്കിത് ആ കുതിര നിൽക്കണുണ്ടോ, ആ കുതിര നിൽക്കുന്ന ആ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ഫുൾ അയണാമറിലെ സംഭവങ്ങൾ കിട്ടിയത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയെടുത്തു. അതായി പെട്ടിയിലാണ് ഉണ്ടായിന്. ഫുള്ള് കാലിയാക്കിയിട്ടുണ്ട്. ഈ ഡോറ് നടക്കണ്ട്, അടച്ചേക്കാം. ഇപ്പോൾ ഇതാണ് നമ്മൾ വില്ലേജ് വരുന്നത്. ഇവിടെ നിന്ന് കഴിക്കാനുണ്ടോ നോക്കാം. നമുക്ക് ഒരു ബെല്ല വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ബ്രെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങളുണ്ട്. അത് നമുക്കിത് കൈ പിടിച്ചാൽ കുറച്ചെടുക്കുക. ഒരു 3 മതിയാവും. എല്ലാത്തും മൊത്തം എടുത്തേക്കല്ലേ. നമുക്ക് നെല്ലുണ്ടാക്കാമല്ലോ. നെല്ല് ബ്രെഡ് ഇതിനോട് തന്നെ ഉണ്ടാക്കാം നമുക്ക്.
ഏതായാലും ഇപ്പത്ത് മതി. ഏതായാലും നമുക്ക് നമ്മൾ വീട്ടിൽ പോകാം. ഇപ്പോൾ ഇതാണ് നമ്മളെ വില്ലേജ് വരുന്നത്. ഇവിടെ കൃഷി കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ലേ? ഒരു കൃഷിയും കാണുന്നില്ലല്ലോ. ഓ ഇതുകൊണ്ട് നിങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ നടന്നിങ്ങനെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അയാൾ വീടിനുള്ളിൽ പോയി നടന്ന് ഇതിനുള്ളിൽ കൂടെ അങ്ങനെ വന്നപ്പോൾ ഇത് നേരെ ഇതിനുള്ളിലേക്ക് ചാടി. ഇപ്പോൾ മൂപ്പട്ട് നോക്കി നടക്കരുതെന്ന് പറയുന്നത് വെറുതെ അല്ല. മോളിക്ക് നോക്കിയപ്പോൾ നടക്കരുത്, അടിക്ക് എപ്പോഴെങ്കിലും നോക്കണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മളെ കയ്യിലുണ്ടാക്കിയ ബെഡ്, ഫസ്റ്റത്തെ ബെഡ് തന്നെ നമുക്ക് ഒരുക്കി പോയി. നമ്മൾ തീക്ക് ചാടി. പിന്നെ നമ്മൾ എല്ലാ കയ്യിലുണ്ടായിരുന്ന ഒരു ടൂള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ടൂൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത്ര കുഴപ്പമില്ല. അല്ലെങ്കിൽ ഫുള്ളും പോയേനെ. ഇപ്പോൾ താണിപ്പോൾ നമ്മൾ വീട് തന്നെ നമുക്ക് കുറച്ച് ഇതും കൂടി നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ ഉടനെ കിട്ടില്ല. നമുക്ക് ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുവരാം. 2-3 ചെടിയും കൂടി നമുക്ക് വേണമായിരുന്നു. ഇവിടെ ഉണ്ടോ? ചെറിയ പൂവാണ്. അപ്പം കുറച്ച് കറങ്ങാനൊക്കെ നമുക്ക് വേണ്ടി വരും. ഏതായാലും ഇപ്പം എത്ര മതി. നമ്മൾ വീട് ഫുള്ള് കഴിഞ്ഞിട്ട് ഇനിയും ഒരു 4 ചെടിൻ്റെ കൂടി ആവശ്യമുള്ളൂ നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്, കൊച്ചു വീട്. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കട്ടെ മച്ചന്മാരെ. അപ്പോൾ ഇതാണ് നമ്മളെ വീട് വരുന്നത്. ഒരു ക്യൂട്ട് സ്മോൾ വീട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ പിക്സൽ ഗെയിമിംഗ് വീണ്ടും വരും നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗായ്സ്. അപ്പോൾ ബൈ.